ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കോളേജ്. സോ നമ്മളിന്ന് നോക്കുന്നത് SSLCയിൽ ബിസിനസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് നമുക്ക് ബിസിനസ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അല്ലേ. നമ്മളെല്ലാവരും ബിസിനസ് പലതരം ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് ആണ് നമുക്ക് അത് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ കാര്യങ്ങളും ബിസിനസ്സിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഹെഡ്ലൈൻസ് ആണ് ഇവിടെ എഴുതിയത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഇക്കോണമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഒരു ബെനിഫിറ്റ്, ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അതായത് ഒരു ക്യാഷ് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻകം ഏർണിങ്സ് ഉണ്ടാകുന്ന പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ ബീങ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എന്ത് ഇക്കണോമിക് ആക്ടിവിറ്റി. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ്. അതായത് ഇപ്പോൾ ചില സർവീസസ് നമ്മൾ ചില ആൾക്കാർ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതെന്താണ്? അത് നോൺ ഇക്കോണമിക് ആക്ടിവിറ്റി. അവർക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റോ ഒന്നുമല്ല, ദാറ്റ്സ് ഓൺലി ബേസ്ഡ് ഓൺ എ സർവീസ്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ മെൻ്റൽ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയുക വെച്ചാൽ ആക്ടിവിറ്റീസ് വിച്ച് ആർ പെർഫോംഡ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു ഏൺ മണി, അല്ലേ. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിറ്റീനെയാണ് ഇക്കോണമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നോൺ ഇക്കോണമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ നോട്ട് പെർഫോം ടു ഏൺ മണി ബട്ട് ടു ഗെറ്റ് സം സാറ്റിസ്ഫാക്ഷൻ, അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമായിരിക്കും അതിൽ നിന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നോൺ ഇക്കോണമിക് ആക്ടിവിറ്റീസ്. അതിൻ്റെ ഒരു നമുക്കൊരു ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് എല്ലാം എന്തൊക്കെയാണ്? ഫസ്റ്റ് പേർപ്പസിൻ്റെ ബേസിലാകുമ്പോൾ ഇക്കോണമിക് ആക്ടിവിറ്റീനെ നമുക്ക് എന്ന് പറയാം ഏണിംഗ് മോട്ടീവ്, അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ പണത്തിന് ഏണിംഗ് മോട്ടീവ് ആയിരിക്കും. മറ്റേത് എന്തായിരിക്കും? സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ മോട്ടീവ് ആയിരിക്കും. അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും? ഇക്കോണമിക് ആക്ടിവിറ്റീൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ലീഡ് ടു ക്രിയേറ്റ് ടു വെൽത്ത് ആൻഡ് അസറ്റ്സ് ആണ്. മറ്റേത് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ് ആയിരിക്കും അതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ. അതായത് നോൺ ഇക്കോണമിക് ആക്ടിവിറ്റീൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഹാപ്പിനെസ്സോ ആണ്. മറ്റേതാകുമ്പോൾ എപ്പോഴും ഒരു അസറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെൽത്തോ ആയിരിക്കും. എന്താണ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്? ഇക്കോണമിക് ആക്ടിവിറ്റിയിൽ പീപ്പിൾ എക്സ്പെക്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ മണി ആയിരിക്കും. മറ്റേതിൽ എന്തായിരിക്കാം? ഡോണ്ട് എക്സ്പെക്ട് പ്രോഫിറ്റ് ഓർ മണി എന്തിൽ? നോൺ ഇക്കോണമിക് ആക്ടിവിറ്റിയിൽ. അപ്പോൾ അത്രയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഡിഫറൻസസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് ഇക്കോണമിക് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു ഇക്കോണമിക് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ. അതായത് ഏണിങ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തൊക്കെ ടൈപ്പാണെന്ന് പറയാം. എന്തൊക്കെ ബിസിനസ് ആയിരിക്കും നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ബിസിനസ്, അല്ലേ. പല ബിസിനസ് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ എന്താണ് അവരുടെ മോട്ടീവ്? ടു ഏൺ പ്രോഫിറ്റ്, അല്ലേ. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും എന്താണ് മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏണിംഗ് മോട്ടീവ് മണി ഓർ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ബിസിനസ്സാണ് ഫസ്റ്റ് ഒരു ഇക്കോണമിക് ആക്ടിവിറ്റി ആയി പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്? പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എനി പ്രൊഫഷൻ, അല്ലേ. ഡോക്ടേഴ്സ്, എൻജിനീയർ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വ്യക്തികളായി പറയാം. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, നേഴ്സസ്, പോലീസ്, അങ്ങനെയുള്ള കുറച്ച് സർവീസസിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഫഷണൽ എന്താണ് മെയിൻ മോട്ടീവ്? അതൊരു ഇക്കോണമിക് ആക്ടിവിറ്റിയാണ്. എന്താണ്? ടു ഏൺ എന്താണ്? മണിയാണ്. എ പേഴ്സൺ മെ നോട്ട് ബി ആൻ എക്സ്പേർട്ട് ഇൻ എവറി ഫീൽഡ്, സോ വി റിക്വയർ സർവീസസ് ഓഫ് അതേഴ്സ് ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ ഫീൽഡ് ടു ഓർ അതർ, അല്ലേ. ഇപ്പോൾ ഒരാളെന്ന് പറയുന്നത് അയാൾക്ക് എല്ലാ ഫീൽഡിനും എക്സ്പേർട്ട് ആയിരിക്കും ഇല്ല. അപ്പോൾ ഒരാൾക്ക് ഡോക്ടർ ആവാനേ ഒരു സമയത്ത് പറ്റുള്ളൂ, മറ്റൊരാൾ എന്തായിരിക്കും? എഞ്ചിനീയർ ആയിരിക്കും. അപ്പം നമ്മൾ എന്തായിരിക്കും പല നമ്മൾ ഒരു സോഷ്യലി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു വീട്ടിലുള്ള ഒരാൾക്ക് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ആൾക്കാരെയും ഹെൽപ്പ് വേണം, അല്ലേ. നമുക്ക് എല്ലാം വേണം. ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം, എഞ്ചിനീയേഴ്സ്, നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടന്നു പോകാൻ എല്ലാ ഫീൽഡിലും ആൾക്കാരുണ്ടാവണം. അപ്പം അവർക്കും എന്താണ് അതെന്ന് പറയുന്നത് ഒരു ഇക്കോണമിക് ആക്ടിവിറ്റിയാണ്. മൂന്നാമത്തത് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പം എനി കൈൻഡ് ഓഫ് ജോബ്, അല്ലേ. ഈ പ്രൊഫഷണൽസ് അല്ലാത്ത നമ്മളെ ഡെയിലി ഇൻകത്തിനും
അല്ലെങ്കിൽ സാലറി ബേസിനൊക്കെ ജോലി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു അല്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലാതെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്. അവരാണ് എന്തെന്ന് പറയുന്നത് എംപ്ലോയീസ്, എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം എംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ആൻ occupation which a person who works regularly for another and gets wages or salary in return. അല്ലേ, ഡെയിലി അവരെന്താ ചെയ്യുന്നത്, അവർക്കൊരു സാലറിക്ക് അല്ലെങ്കിൽ ഇൻകത്തിന് വേണ്ടിയിട്ട് ഡെയിലി ഒരു പണിക്ക് പോണ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ഇക്കോണമിക് ആക്ടിവിറ്റീസ്. ടൈപ്പ് ഓഫ് ഇക്കോണമിക് ആക്ടിവിറ്റീസിൽ ഈ 3 ടൈപ്പാണ് ഉണ്ടാവുക: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. ദെൻ അതിൻ്റെ ഡിഫറൻസസൊക്കെ നമുക്ക് പറഞ്ഞൊക്കെ തന്നെ ബിസിനസ്സിൻ്റെയും പ്രൊഫഷൻ്റെയും എംപ്ലോയ്മെൻറ്റിൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പിന്നുള്ളത്. ദെൻ മീനിങ് ഓഫ് ബിസിനസ്. ഓക്കെ, ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞത്. എന്താണ് ബിസിനസ്, വാട്ട് ഈസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പം എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്സസ് ഉണ്ട് അല്ലേ. ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, പിന്നെ നമ്മളെ ഗ്രോസറി ഷോപ്സ്. നമുക്കിപ്പം പുറത്തേക്ക് ഇറങ്ങി നമ്മൾ കാണുന്ന എന്ത് ഷോപ്സുകൾ എന്തായിരിക്കും കൈൻഡ് ഓഫ് ബിസിനസ് മോട്ടീവിലുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്താ പറയുക, you find a variety of goods available in the market, you buy those goods, and when you require them, do you know how these goods come to the market? Who makes these goods and who brings them to the market? Actually all these goods are produced at some specific places, then somebody brings these goods from the place of production in the place of distribution. അതാണ് ഒരു ബിസിനസ്. അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇറങ്ങുമ്പോൾ ഒരുപാട് ബിസിനസ് ഷോപ്പുകൾ കാണും. ആക്ച്വലി അവിടെ തന്നെയാണോ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുക? അല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പച്ചക്കറി എടുക്കാം, വെജിറ്റബിൾസ് എടുക്കാം. വെജിറ്റബിൾസിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ നടക്കുന്ന എവിടെയായിരിക്കും? തമിഴ്നാട്, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അവിടെയായിരിക്കും അതിൻ്റെ കൾട്ടിവേഷൻ നടക്കുന്നത്, അതായത് പ്രൊഡക്ഷൻ നടക്കുന്നത്, അത് നട്ട് വളർത്തി ഉണ്ടാക്കുന്നത്. അത് അവിടുന്ന് എന്ത് ചെയ്യും? അതൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിലേക്ക് നമ്മളത് ഫാമേഴ്സ് എന്ത് ചെയ്യും? അത് കളക്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അത് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഹോൾസെയിലേഴ്സിന് എടുത്തുന്നു. ഹോൾസെയിലേഴ്സിന് എടുത്തുനിന്നാണ് ഡിഫറെൻറ്റ് റീറ്റെയിലേഴ്സ് അത് പർച്ചേസ് ചെയ്ത് പോകുന്നത്. അപ്പം ഇതിങ്ങനെ ഒരു പ്രോസസ്സാണ്, ഒരു സർക്കിളാണിത്. അപ്പോൾ ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് പേഴ്സൺസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അല്ലേ.